2022 ഡിസംബർ 10 ഖത്തറിലെ അൽ തുമാമ സ്റ്റേഡിയത്തിൽ ഒരു അട്ടിമറി നടന്നു. ഒരിക്കൽ ലോകം വിറപ്പിച്ചിട്ടുള്ള പറങ്കിപ്പറയുടെ പിൻതലമുറക്കാരെ ഫുട്ബോൾ കളത്തിൽ മൊറോക്കോ ഒറ്റ വെടിയുണ്ടയിൽ കൊന്നുകളഞ്ഞു. 42-ാം മിനിറ്റിൽ യൂസഫ് എൽ നസരിയുടെ തലയിൽ നിന്ന് പാഞ്ഞൊരു ഹെഡർ പോർച്ചുഗൽ വല തുളയ്ക്കുക മാത്രമല്ല, അവരുടെ ഹൃദയം കൂടിയാണ് അന്ന് ഭേദിച്ചത്. ഒരു ലോകകപ്പ് എന്ന സ്വപ്നം അവസാനിച്ചത് കണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിച്ചു: ആ സ്വപ്നം അവസാനിച്ചു. എന്നിട്ടും ഈ 41-ാം വയസ്സിലും അയാൾ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാകും? ഇതിഹാസമാകാൻ ലോകകിരീടം അനിവാര്യമാണോ? വേണമെന്നില്ല. ലോകകിരീടം നേടിയത് കൊണ്ടല്ല യോഹാൻ ക്രൈഫിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തുന്നത്. പക്ഷേ ക്രൈഫിനെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലോകകിരീടം അർഹിക്കുന്നുണ്ട്. 2022 തോൽവിയിൽ ആകെ തകർന്നു പോയ റൊണാൾഡോ പഴയ നിലപാടുകൾ തിരുത്തിയിരുന്നു. അതുവരെ അയാൾ ആവർത്തിച്ചു പറയുമായിരുന്നു, പോർച്ചുഗലിനായി ലോകകപ്പ് ജയിക്കുകയാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന്. പക്ഷേ ഖത്തർ ലോകകപ്പിൽ നിന്ന് മടങ്ങിയതോടെ ആ അധ്യായം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റോണോ പറഞ്ഞു, ലോകകപ്പ് നേടുക എന്നത് ഇപ്പോൾ എൻ്റെ സ്വപ്നമല്ല. ലോകകപ്പ് നേടിയാലും ഇല്ലെങ്കിലും കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ തൻ്റെ പേരിനും സ്ഥാനത്തിനും യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നുമില്ല. 6-7 മത്സരങ്ങളുള്ള ഒരു ടൂർണമെൻറ്റിലെ ജയപരാജയങ്ങളല്ല തന്നെ അടയാളപ്പെടുത്തുന്നത്. വലിയ കിരീടങ്ങളില്ലാതിരുന്ന പോർച്ചുഗലിനെ യൂറോപ്പിൻ്റെ ചാമ്പ്യന്മാരാക്കിയത് താനാണെന്ന് റൊണാൾഡോ ഓർമ്മിപ്പിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ നിരാശാജനകമായ 2ാം വരവിന് ശേഷം വിമർശകരുടെ വായടപ്പിക്കാനും കരിയറിൽ അതുവരെ നേടാനാകാത്ത ഏക ലോകകപ്പ് കിരീടം സ്വന്തമാക്കാനുമുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഖത്തറിൽ എത്തിയത്. എന്നാൽ ഓൾഡ് ട്രഫോർഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് സമാനമായ രീതിയിലായിരുന്നു ലോകകപ്പിൽ നിന്നുള്ള മടക്കവും. സ്വിറ്റ്സർലൻഡിനെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് റൊണാൾഡോ പോർച്ചുഗൽ ക്യാമ്പ് വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വാർത്തകൾ വന്നിരുന്നു. പകരം കളത്തിലിറങ്ങിയ ഗോൺസാലോ റാമോസ് ഹാട്രിക് നേടിയ മത്സരത്തിൽ ഫെർണാണ്ടോ സാന്റോസിൻ്റെ ടീം 6-1 വിജയിച്ചു. പലരും പലതും പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെടുന്നുണ്ട്, പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ പോർച്ചുഗലിനോടുള്ള എൻ്റെ സമർപ്പണം ഒരു നിമിഷം പോലും കുറഞ്ഞിട്ടില്ല എന്ന് എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റൊണാൾഡോ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അന്ന് അങ്ങനെ എഴുതി. എല്ലാവരുടെയും പൊതുവായ ലക്ഷ്യത്തിനായി പോരാടുന്ന മറ്റൊരു കളിക്കാരൻ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ സഹതാരങ്ങൾക്കോ രാജ്യത്തിനോ ഞാൻ ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കില്ല. ഇപ്പോൾ കൂടുതലായി ഒന്നും പറയാനില്ല. നന്ദി പോർച്ചുഗൽ, നന്ദി ഖത്തർ. ആ സ്വപ്നം നിലനിന്ന കാലത്തോളം മനോഹരമായിരുന്നു. ഇനിയുള്ള സമയം നല്ലൊരു ഉപദേശകനാകാൻ നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും അവരവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരട്ടെ. നമ്മൾ ആ പ്രസക്തമായ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതിഹാസമാകാൻ ലോക കിരീടം വേണമോ എന്ന്. ആദ്യ ലോകകപ്പ് കളിച്ച ലയണൽ മെസ്സിക്ക് തൻ്റെ 5ാം ലോകകപ്പിലാണ് ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമായത്. സമകാലിക ഫുട്ബോളിലെ 2 ദ്വന്ദ്ങ്ങളായ മെസ്സിയും റൊണാൾഡോയും. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ ഫുട്ബോൾ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പേരുകൾ അവരുടേതാണ്. ഇവരിലാർന്ന ചർച്ചകളിൽ ലോകം വ്യാപൃതരായി. മെസ്സി ബാഴ്സയിലും റോണോ റയലിലുമായി പരസ്പരം മത്സരിച്ച കാലം. മെസ്സി ഒരു ഗോളടിച്ചാൽ അടുത്ത കളിയിൽ വാശിയോടെ ഗോളടിച്ചു റോണോ. തിരിച്ചും അങ്ങനെ സംഭവിച്ചു. രാജ്യത്തിനായി കിരീടമില്ലാത്ത ഇതിഹാസതുല്യരെന്ന് ഇരുവരുടെയും നിർഭാഗ്യങ്ങളിൽ ലോകം കണ്ണീർ പൊഴിച്ചു. പക്ഷേ ആദ്യം അതിന് അറുതി വരുത്തിയത് റൊണാൾഡോ തന്നെയാണ്. യൂറോപ്പിൻ്റെ ജേതാക്കളായി റൊണാൾഡോ പോർച്ചുഗലിനെ മാറ്റി. ആ മത്സരം പറങ്കികൾ ഹൃദയം കൊണ്ട് കളിച്ചൊരു ഫൈനലായിരുന്നു. ആതിഥേയരായ ഫ്രാൻസിനെതിരായ ഫൈനലിൽ ദിമിത്രി പൈറ്റുമായുള്ള കൂട്ടിയിടിയിലാണ് റോണോയുടെ മുട്ടിന് കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പരിക്കേൽക്കുന്നത്. എന്നിട്ടും കളി തുടരാൻ ആഗ്രഹിച്ച് ബാൻഡേജ് ചുറ്റി കളത്തിലിറങ്ങിയ റോണോ വേദന സഹിക്കാനാകാതെ കണ്ണീരണിഞ്ഞ് ക്യാപ്റ്റൻ്റെ ആംബാൻഡ് കൈമാറി പുറത്തേക്ക് പോയി. സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് വേദനയിൽ പിടയുമ്പോൾ ഒരു കുഞ്ഞു ചിത്രശലഭം അയാളുടെ നെറ്റിയിൽ വന്നിരുന്നു. ആശ്വസിപ്പിക്കാനെന്ന വണ്ണം. ദൈവത്തിൻ്റെ സ്പർശമായി അതിനെ കണ്ട ആരാധകരുണ്ട്. വീണുപോയ നായകന് വേണ്ടിയുള്ള കളിയായിരുന്നു പിന്നെ കണ്ടത്. കളത്തിന് പുറത്ത് അയാൾ ഒരു യഥാർത്ഥ വിന്നറായി. കടുത്ത വേദനക്കിടയിലും സൈഡ് ലൈനിൽ കോച്ചിനൊപ്പം നിന്ന് ഉച്ചത്തിൽ സഹകളിക്കാരെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത റൊണാൾഡോ താരങ്ങളിൽ ആവേശം കുത്തി നിറയ്ക്കുകയായിരുന്നു. അയാൾ ഒരു യഥാർത്ഥ വിന്നറാണെന്ന് തെളിയിക്കുകയായിരുന്നു. അധിക സമയത്തെ ഒറ്റ ഗോളിൽ പോർച്ചുഗൽ കിരീടമണിഞ്ഞപ്പോൾ സന്തോഷത്താൽ കരഞ്ഞ റൊണാൾഡോയെയും നമ്മൾ കണ്ടു. ആ വിജയം കഴിഞ്ഞിട്ട് 10ാം വർഷമാണിത്. അയാൾ ആ സ്വപ്നം മനസ്സിലിട്ട് ഉലയൂതി തേച്ച് മിനുക്കുകയാണ്. പുറമേക്ക് വേണ്ടെന്ന് പറയുമെങ്കിലും ആ ലോക കിരീടം അത്രമേൽ റൊണാൾഡോ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അയാളെ പ്രചോദിപ്പിക്കുന്നത് ഒരുപക്ഷേ കരിയറിലെ ഏറ്റവും കടുത്ത എതിരാളിയായ ലയണൽ മെസ്സി തന്നെയാകാം.
റോണോയും പോർച്ചുഗലും യൂറോ ചാമ്പ്യന്മാരായ വർഷം കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ് രാജ്യത്തിനായി ഒരു കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാകാതെ കളിക്കളത്തോട് വിട പറഞ്ഞ അതേ മെസ്സിയാണ് 6 വർഷങ്ങൾക്കിപ്പുറം ലോക കിരീടം കയ്യിലേറ്റുവാങ്ങിയത്. 2014 ലോകകപ്പിലും 2015, 2016 കോപ്പ ഫൈനലുമായി മെസ്സിയും അർജന്റീനയും തുടരെ തോറ്റത് 3 വലിയ ഫൈനലുകളാണ്. രാജ്യത്തിനായി ഒരു കിരീടമില്ലാതെ ഇതിഹാസ താരമായ മെസ്സിയും മടങ്ങുമെന്ന് കരുതിയിടത്തു നിന്നാണ് അയാളും കൂട്ടരും പിന്നെ 2021 കോപ്പ അമേരിക്കയും നേടി പിന്നാലെ 2022 ലോകകപ്പും ഫൈനലിസിമയും കൈപ്പിടിയിലൊതുക്കി ചിരിച്ചു നിൽക്കുന്നത്. 2024 കോപ്പയും അവർ തന്നെയാണ് നേടിയത്. ഇത്തവണ ലോകകപ്പിൽ ജേതാക്കളാകുന്നവരുടെ പട്ടികയിൽ അർജന്റീന ഇല്ലെന്ന് ഡിമരിയ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്ന മാനസികാവസ്ഥയിലാണ് അർജന്റീന ആരാധകരും. അവിടെ പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി റൊണാൾഡോയുടെ മുഖം തെളിയുന്നുണ്ട്. ലോക കിരീടത്തോടെ അയാളും പൂർണ്ണനാകാൻ ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമി ആഗ്രഹിക്കുന്നുണ്ട്. ലയണൽ മെസ്സിയെ പോലെ തന്നെ 2006 തുടങ്ങി ഇത് 6ാം ലോകകപ്പിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങുന്നത്. 2006 ജർമ്മൻ ലോകകപ്പിലെ യൂത്ത് സ്റ്റാർ പോർച്ചുഗലിനെ 4ാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിർണായക പ്രകടനം നടത്തി. 2010 ലോകകപ്പിൽ ക്യാപ്റ്റൻ്റെ റോളിലായിരുന്നു, പക്ഷേ പ്രീ ക്വാർട്ടറിൽ പുറത്തായി. 2014 ലോകകപ്പിൽ കാൽമുട്ടിലെ പരിക്ക് തിരിച്ചടിയായി. ആദ്യ റൗണ്ടിൽ തന്നെ ടീം മടങ്ങി. 2018 ലോകകപ്പ് റോണോയുടെ വ്യക്തിപ്രഭാവം കണ്ടു. സ്പെയിനെതിരായ അവിശ്വസനീയമായ ഫ്രീക്ക് കണ്ട സോച്ചിയിലെ മത്സരം, പക്ഷേ പ്രീ ക്വാർട്ടറിൽ മടങ്ങേണ്ടി വന്നു. 4 ഗോളുകൾ റൊണാൾഡോ നേടിയിരുന്നു. 2022 ഖത്തറിൽ ഗോളടിച്ചതോടെ 5 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമായി റോണോ മാറിയിരുന്നു. പക്ഷേ ക്വാർട്ടറിലെ അവിശ്വസനീയമായ പുറത്താകൽ കണ്ടു. ലോകകപ്പിലെ നോക്കൌട്ട് റൗണ്ടുകളിൽ ഗോളടിക്കാനായില്ലെന്നത് പോരായ്മയായി എടുത്തു കാണിക്കുമ്പോഴും റോണോയുടെ സാന്നിധ്യം ടീമിന് പകരുന്ന ഊർജ്ജമാണ് അവരുടെ മുതൽക്കൂട്ട്. 41ാം വയസ്സിലും ടീമിൻ്റെ പ്രധാന സ്ട്രൈക്കറും നായകനും റോണോയാണ്. റോണോയുടെ ഗോളടി മികവിനെ മുതലെടുക്കാനാണ് കോച്ച് മാർട്ടിനസിൻ്റെ തീരുമാനം. ഇതിഹാസ താരം എന്നതല്ല, മറിച്ച് ടീമിന് മികച്ച സംഭാവന നൽകുമെന്നതാണ് അദ്ദേഹത്തിൽ കാണുന്ന ക്വാളിറ്റിയെന്ന് കോച്ച് പറയുന്നു. യൂറോ കപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് റോണോയെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, ജോവോ ഫെലിക്സ് എന്നീ യുവതാരങ്ങളുടെ വലിയ താരനിരയെ അണിനിരത്തിയിട്ടുണ്ട് കോച്ച്. എല്ലാ മത്സരങ്ങളിലും മുഴുവൻ സമയം കളിക്കുന്ന ഒരു റോണോയെ ഇക്കുറി കാണാൻ സാധ്യതയില്ല. വാശിക്കും വൈരാഗ്യത്തിനുമപ്പുറം റോണോയെ ചിന്തിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. നിങ്ങൾ പറഞ്ഞ പോലെ ലോക കിരീടമില്ലെങ്കിൽ നിങ്ങൾ അപൂർണനായി പോകില്ല. പക്ഷേ നിങ്ങളത് നേടണമെന്ന് ലോകം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കളിയുടെ എല്ലാ മേഖലകളിലും ലോകോത്തര നിലവാരത്തിലുള്ള താരങ്ങളാൽ സമ്പന്നമാണ് ഇത്തവണത്തെ പോർച്ചുഗൽ ടീം. ഒറ്റയ്ക്ക് റൊണാൾഡോയ്ക്ക് ഭാരം ചുമക്കേണ്ടി വരില്ല. നിലവിലെ യുവേഫ നേഷൻസ് ജേതാക്കളായ പോർച്ചുഗലിന് കളി നിയന്ത്രിക്കാൻ വിറ്റീഞ്ഞ, നെവസ്, ഫെർണാണ്ടസ് പോലെയുള്ള ശക്തമായ മധ്യനിരയുണ്ട്. ലിയാവോ, റാമോസ് പോലെയുള്ള വേഗമേറിയ മുന്നേറ്റക്കാരുണ്ട്. സിറ്റിയുടെ വിശ്വസ്തനായ റൂബൻ ഡിയാസ്, ന്യൂനോ മെൻഡസ് തുടങ്ങിയവരുള്ള പ്രതിരോധവും ശക്തമാണ്. ഈ ലോക കിരീടം റൊണാൾഡോയ്ക്ക് വേണ്ടിയെന്ന തോന്നൽ ഇഞ്ചക്ട് ചെയ്യാനായാൽ മെസ്സിക്ക് വേണ്ടി അർജന്റീന യുവനിരയും സച്ചിന് വേണ്ടി വിരാട് കോഹ്ലിയും യുവരാജുമടക്കമുള്ള പോരാളികളും ആടിത്തീർത്ത പോലെ ഒരു വിജയാരവം പോർച്ചുഗൽ തീരത്തും ഉയരും. 40ാം വയസ്സിൽ ലോകകപ്പ് നേടിയ ദിനോസേഫിൻ്റെ റെക്കോർഡ് തകർക്കപ്പെടും. ഗോളടിയിലും ബാലൻഡിയോറിലും പരസ്പരം മത്സരിച്ച് ജയിച്ച പോലെ മെസ്സിക്ക് പിന്നാലെ റൊണാൾഡോയും ലോക കിരീടം കയ്യിലേന്തും.